ഹായ്. അപ്പോൾ ഇത് ലഡാക്ക് യാത്രേൻ്റെ 13ാമത്തെ ദിവസമാണ്. ഞങ്ങളെ വീഡിയോസൊക്കെ ലേറ്റ് ആവുന്നത് ഞങ്ങൾ നാട്ടിലെത്തിയിട്ടുണ്ട്. മക്കളെ സ്കൂളൊക്കെ മിസ്സായതിന് കുറേ നോട്ട്സ് കംപ്ലീറ്റ് ചെയ്യാണ്ട്, പിന്നെ ക്ലാസ്സിൽ പോയി തുടങ്ങിയപ്പോഴത്തേക്കും പിന്നെ അസുഖങ്ങൾ പിടിച്ച്, അതുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയത്. ഒരാൾക്ക് വന്ന് പിന്നെ അടുത്ത ആൾക്ക് അങ്ങനെ ഭയങ്കര ബിസി ആയിപ്പോയി ഞങ്ങൾ മൊത്തത്തിൽ. അപ്പോൾ അതേ നമ്മളൊരു 8 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഇവിടെ ലേയിൽ കേരള ഹൗസിൽ നിന്ന് ഞങ്ങൾ റെഡി ആയിട്ടുണ്ട്. ലോക്കൽ വിസിറ്റിന് ഇറങ്ങാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ തലേ ദിവസം സുധീഷ് ബ്രോ പറഞ്ഞത് ഇഡ്ഡലിയൊക്കെ റെഡിയാക്കുന്ന കേട്ടോ. പക്ഷേ ഇപ്പോൾ രാവിലെ വന്ന് നോക്കിയപ്പോഴത്തേക്കും ഇടിയപ്പമൊക്കെയാണ് റെഡിയാക്കിയത് വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചപ്പം 2 പണിക്കാരുണ്ട്, നേപ്പാളിക്കാരനും ജാർഖണ്ഡുകാരനും. അപ്പോൾ ഇവർ ഈ ഇഡ്ഡലിക്ക് അരച്ച മാവ് ഫ്രിഡ്ജിലെടുത്ത് വെച്ച് തലേന്ന് പുളിക്കാൻ വേണ്ടി വെക്കാതെ ഫ്രിഡ്ജിൽ കയറ്റി വെച്ചു. അതുകൊണ്ട് മാവ് പുളിച്ചിട്ടില്ല. അങ്ങനെ പിന്നെ പോരാത്തതിന് നല്ല തണുപ്പുമല്ലേ, അതിൻ്റെ ഇടയ്ക്ക് ഈ മാവ് എങ്ങനെയാണ് പുളിക്കുക പുറത്ത് വെക്കാതെ. അങ്ങനെ ദേ നമുക്കിപ്പം ഇടിയപ്പമാണ് ഉണ്ടാക്കി തന്നത്. മുട്ടക്കറി, ചെറുപയർ കറിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ മുട്ടക്കറി എടുക്കാൻ വേണ്ടി നോക്കിയപ്പം ആ മുട്ടക്കറീൻ്റെ അകത്തുണ്ട് ചെറുപയർ. ഞങ്ങൾ ആദ്യം വിചാരിച്ചത് എന്താ ചെറുപയറും ഇങ്ങനെയൊക്കെ ഉള്ള വെറൈറ്റി ഡിഷ് വല്ലതും ആയിരിക്കും എന്നാണ് വിചാരിച്ചിട്ടോ. അങ്ങനെ ഞങ്ങൾ ഇടിയപ്പം ഈ കറിയൊക്കെ എടുത്ത് സ്പെഷ്യൽ കറിയൊക്കെ അല്ലേന്ന് വിചാരിച്ച് കഴിക്കാൻ റെഡി ആയി നിന്നപ്പോഴാണ് സുധീഷ് ബ്രോ വന്നത്. അപ്പം ഇത് വെറൈറ്റി ഡിഷാണോ എന്നൊക്കെ ചോദിച്ചപ്പോഴാണ് അല്ല, മുട്ടക്കറിയും വേറെ ചെറുപയർ കറിയും സെപ്പറേറ്റ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞ്. അങ്ങനെ നോക്കിയപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇത് മലയാളിയാണ് ഫുഡ് ഉണ്ടാക്കുന്നത്. പക്ഷേ മുട്ട പുഴുങ്ങി വെച്ചത് ഇട്ടത് മുട്ടക്കറിയിൽ ഇടുന്നതിന് പകരം ചെറുപയർ കറിയിലിട്ടു. അതാണ് സംഭവം. ഇവർക്ക് ഈ ഡിഷൊന്നും അങ്ങനെ അറിയില്ലല്ലോ. മലയാളീസിനെ അറിയാം, അവരവിടെ ഒക്കെ ഉണ്ടാക്കി വെച്ച ഫുഡ് നല്ല ടേസ്റ്റുമാണ്. പക്ഷേ മുട്ട പുഴുങ്ങിയത് ഇട്ടത് നേപ്പാളിയായിരുന്നു. അങ്ങനെ ഞങ്ങളതൊക്കെ കഴിച്ച് അവിടുത്തെ കുറച്ച് വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ നേരെ പിന്നെ പോകുന്നത് ലേ പാലസ് കാണാനാണ്. അപ്പോൾ ഇവിടെ അടുത്ത് ഫസ്റ്റ് തന്നെ നമ്മൾ ലേ പാലസ് കണ്ടിട്ട് പിന്നെ ബാക്കിയൊക്കെ കാണാമെന്ന് വെച്ചു. ലോക്കൽ വിസിറ്റിൽ നല്ല അടിപൊളി സ്ഥലമാണ് പാലസ്, പിന്നെ ഹാൾ ഓഫ് ഫെയിം, അങ്ങനെ കുറച്ച് സ്ഥലങ്ങളുണ്ട് ഇവിടെ അടുത്ത് കാണാൻ. ഫസ്റ്റ് തന്നെ നമ്മൾ ലേ പാലസിലെത്തിട്ടോ. സൈഡിലായിട്ട് നമ്മൾ കുറേ ഈ ക്രോഷേ പോലത്തെ ഐറ്റംസൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറേ അവിടുത്തെ ആൾക്കാർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇരുന്നിട്ടാണ് അത് അങ്ങനെ തുന്നി എടുക്കുന്നത്. അപ്പോൾ അതൊക്കെ ഉണ്ട്, സൈഡിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി. അവിടുന്ന് നല്ലൊരു വ്യൂ ആട്ടോ. നമ്മൾ മൊത്തം ലേ കാണാൻ നല്ല അടിപൊളി വ്യൂ ആയിട്ടുണ്ടായിരുന്നു അവിടുന്ന്. അടിപൊളിയാണ്. അങ്ങനെ ഞങ്ങൾ ലേ പാലസിൻ്റെ ഉള്ളിലേക്ക് കടന്നു. പക്ഷെ അവിടെ വീഡിയോസ് അലൗഡ് അല്ല. 2-3 വീഡിയോ ഞാൻ എടുത്തു, ബാക്കി മൊത്തം ഫോട്ടോസ് എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ വീഡിയോ എടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അതിൻ്റെ ഉള്ളിൽ കുറേ ഈ ഒരു പാലസിൻ്റെ ഫോട്ടോസും ചരിത്രം, പിന്നെ അതിൻ്റെ ഒരു പ്ലാന് എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു ഉള്ളിലൊക്കെ കാണാൻ. പക്ഷേ നമ്മൾ ഇവിടുത്തെ പാലസ് വെച്ച് നോക്കുമ്പോൾ ഇത് വേറെ തന്നെയാണ്. അതിൻ്റെ മുകളിൽ വടികൾ കൊണ്ടൊക്കെയാണ് റൂഫൊക്കെ ചെയ്തിരിക്കുന്നത്, മരം അങ്ങനെയൊക്കെ. പക്ഷെ നമ്മളിവിടെയൊക്കെ തിരുവനന്തപുരത്തൊക്കെ പാലസ് കണ്ടിട്ടുണ്ടെങ്കിൽ എന്താ പറയുക. പിന്നെ അതുമല്ല, ഡോറൊക്കെ ഹൈറ്റ് കുറഞ്ഞ ഡോറാണ്. നമ്മളെ തലയൊക്കെ തട്ടും അതിൻ്റെ ഉള്ളിൽ കൂടെ പോകുമ്പോൾ. പിന്നെ ചുമരാണെങ്കിലൊക്കെ ഒരു മണ്ണുകൊണ്ടൊക്കെ ഉള്ള ഒക്കെയാണ് ഇതിൻ്റെ ഉള്ളിൽ. നല്ല തണുപ്പുണ്ടായിരുന്നു. പിന്നെ കുറേ സ്ഥലത്ത് സോഫകൾ വെച്ചിട്ടുണ്ട്. കാരണം ഹൈറ്റ് കൂടിയ സ്റ്റെപ്പൊക്കെ കയറി വരുമ്പോഴത്തേക്കും മുകളിലത്തെ ഒരു ഫ്ലോറിലൊക്കെ എത്തുമ്പോൾ ഭയങ്കര ശ്വാസം മുട്ടുന്ന പോലെ തോന്നും. അപ്പം നമുക്ക് കുറച്ച് നേരം റെസ്റ്റൊക്കെ ചെയ്തിട്ട് പിന്നെ ബാക്കി സ്ഥലങ്ങൾ കാണാൻ പോകാം. പിന്നെ ഓരോ ഫ്ലോറിൻ്റെയും പ്ലാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, സെപ്പറേറ്റ് അങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഉള്ളിൽ മൊത്തം കണ്ടു. അപ്പോഴത്തേക്ക് കുറേ ഫോട്ടോസ് ഇവിടെ ലേൻ്റെ പറ്റിയിട്ടും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു പ്രൊജക്ടറൊക്കെ വെച്ചിട്ട് കുറച്ച് ഈ ഒരു പാലസിനെ പറ്റിയിട്ടും അവിടുത്തെ ചരിത്രമൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു. നമുക്കവിടെ വേണമെങ്കിൽ അവിടെ ഇരുന്നിട്ട് നമുക്കതൊക്കെ കണ്ടിരിക്കാം. പിന്നെ ഇതാണ് റൂഫാണ് കാണാനൊരു പ്രത്യേകത. കുഞ്ഞു വടികൾ അടുക്കി വെച്ചതുപോലെയായിരുന്നു റൂഫ്. വലിയ മരത്തിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ഇങ്ങനെ കുഞ്ഞു മരങ്ങൾ അടുക്കി. ഇതേ കണ്ടില്ലേ, തൂണൊക്കെ കണ്ടില്ലേ, ഇങ്ങനെയാണ്. അവിടെ ഡോറുണ്ടായിരുന്നു, കുഞ്ഞി ഡോറാണ്. അരിഷിക്ക് അവധിക്കൊക്കെ പോകാൻ പറ്റിയ ടൈപ്പ് ഡോറായിരുന്നു. നമ്മൾ എന്നിട്ട് പറഞ്ഞു ഇവിടുത്തെ രാജാവൊക്കെ അത്രയും ഹൈറ്റ് ഉണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് തമാശയൊക്കെ ഉണ്ടാക്കിയത്. അയാനോടെ മണ്ണാണല്ലേ സാധനം. പിന്നെ ഇതിൻ്റെ ഈ ഒരു ബോർഡർ നല്ല ഡാർക്ക് ബ്ലാക്ക് കളറിൽ കിടക്കുന്നുണ്ട്. ആദ്യം വിചാരിച്ചത് കല്ലാണെന്നാണ്, പക്ഷെ അത് കല്ലല്ലായിരുന്നു, മരമായിരുന്നു. മരം ഇങ്ങനെ കത്തിച്ചിട്ട് കരി പോലെ ആക്കിയിട്ട് അങ്ങനെ അടുക്കി വെച്ചതാണ്. അത് നമ്മൾ അടുത്ത് നിന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലായത്. ഇത് താഴോട്ട് ഇറങ്ങുമ്പോൾ ഒക്കെ കണ്ടു. അപ്പോൾ അവിടെ നമ്മൾ ഇതൊക്കെ കണ്ട് ഇറങ്ങിയതാണ്. പിന്നെ ഇറങ്ങിയപ്പോൾ തന്നെ നമ്മൾ വെള്ളം നല്ലോണം കുടിക്കണം എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് മക്കൾക്കും ഞങ്ങളും ഒക്കെ വെള്ളം കുടിച്ചു. ഇനിയും ഹൈ ആൾട്ടിറ്റ്യൂഡിലൊക്കെ പോകാനുള്ളത്. നമ്മളിപ്പോൾ ലേ എത്തിയിട്ടുണ്ട്. ലേ പാലസ് കണ്ട്
കണ്ട് അങ്ങനെ പോകുന്ന വഴിയാണ്. ഇനി ഇവിടെ 2-3 സ്ഥലം കൂടി ഉണ്ട് കറങ്ങാൻ. എന്നിട്ട് ഇന്ന് ഇവിടെ സ്റ്റേ തന്നെയാണ്. അപ്പം കേരള ടു ലഡാക്ക് ഞങ്ങളിവിടെ ലേയിൽ എത്തിയിരിക്കുകയാണ് അല്ലേ. ഇനി നമ്മൾ അടുത്തെവിടേക്കാ പോകുന്നത്? അടുത്തെവിടേക്കാ പോകുന്നത്? അടുത്ത ശാന്തി സ്തൂപയാണ്. സ്തൂപയാണ്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് നമുക്ക് ഫുഡ് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി നോക്കാം. ലേ മാർക്കറ്റിലൊക്കെ ചെന്നിട്ട് ഒന്ന് പോയി നോക്കാം. അതേ നമ്മൾ ലേ മാർക്കറ്റിലൂടെ അങ്ങനെ പോവാണ്. കഴിക്കാനുള്ള സ്ഥലം ഇനി ഒരു 5 മിനിറ്റിനുള്ളിൽ എത്തും. എന്താ വേണ്ടേ? മാഗിയോ? ലേ മാർക്കറ്റ്. അപ്പൊ നമ്മള് റെസ്റ്റോറന്റ് തെരഞ്ഞു നടക്കാണ്. അവിടെ ഇപ്പൊ ഒരു പെട്രോൾ പമ്പ് കണ്ട്, അതാണ് അയ്യൻ എന്നെ തിരിഞ്ഞു നോക്കുന്നത്. പെട്രോൾ പമ്പിന്റെ മുകളിലൊക്കെ തൂണിനൊക്കെ ഒരു ഡിസൈൻ ഉണ്ട്. അവിടെ ഒരു അതിന് ഡിസൈനും പെയിന്റ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മള് പോളോ ഗ്രൗണ്ടിലാണ്. ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം. അപ്പോൾ ദേ നമ്മൾ ഇനി ലേ മാർക്കറ്റിലൂടെ ആയിട്ട് പോകുന്നത്. ഇവിടെ കുറേ ഡ്രൈ ഫ്രൂട്ട്സും അങ്ങനെ പല സാധനങ്ങളും ഉണ്ട് കേട്ടോ സൈഡിൽ. പിന്നെ ബ്ലാങ്കറ്റ്സ്, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഇവിടെ നമ്മൾ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. നമുക്ക് കേരള ഹൗസിൽ രാവിലത്തെ ഫുഡും രാത്രിത്തെ ഫുഡും മാത്രമേ ഉള്ളൂ, ഉച്ചയ്ക്ക് ഫുഡില്ല. അങ്ങനെ സുധീഷ് ബ്രോ ആണ് പറഞ്ഞത് ഇവിടെ ലേ മാർക്കറ്റിൻ്റെ ഉള്ളിൽ യെസ് ബാങ്കിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് അക്കാമ എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. ടിബറ്റൻ ഫുഡ് ഐറ്റംസ് ആണ് അവിടെ പോയാൽ നല്ല ഫുഡ് കിട്ടും, നല്ല ടേസ്റ്റാണ് ഫുഡിന്. അങ്ങനെ ഞങ്ങൾ തിരഞ്ഞു പിടിച്ച് അവിടെ റെസ്റ്റോറൻറ്റ് എത്തിയിട്ടോ. ഇത് വേറൊരു ഷോപ്പിൻ്റെ ഉള്ളിലേക്കായിട്ടാണ് ഈ റെസ്റ്റോറൻറ്റ് വരുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നിട്ട് ഫുഡൊക്കെ ഓർഡർ ചെയ്തു കേട്ടോ. ഫ്രൈഡ് ചിക്കൻ മോമോസും ഫ്രൈഡ് റൈസ്, പിന്നെ പൊട്ടൈൻ എന്ന് പറഞ്ഞൊരു നൂഡിൽസും ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. അത് ചിക്കൻ്റെ നൂഡിൽസും ആയിരുന്നു. മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമായി, ഞങ്ങൾക്കും ഇഷ്ടമായി. അങ്ങനെ ഞങ്ങൾ ആ ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ച് ലേ മാർക്കറ്റിലൊക്കെ ഒന്ന് കറങ്ങി. രാത്രി വരാം. മാർക്കറ്റിൽ പോയിട്ട് രണ്ടുപേർക്കും ജാക്കറ്റ് വാങ്ങി. നോക്കട്ടെ തിരി. മാർക്കറ്റിൽ നിന്ന് വേറെ ഒന്നും വാങ്ങാൻ പറ്റിയില്ല. ഞങ്ങൾ മക്കൾക്ക് ജാക്കറ്റ് 2 വാങ്ങി. ഇനി നമ്മൾ കർദുങ്കലി ഉമ്ലിങ്ങിലൊക്കെ പോവല്ല, അപ്പം തണുപ്പല്ലേ വരുന്നത്, ജാക്കറ്റ് ഇല്ലായിരുന്നു അവർക്ക്. അങ്ങനെ അത് വാങ്ങി. ഇനി അടുത്തതായിട്ട് ഹോൾ ഓഫ് ഫെയിമിലേക്കാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ ഇതേ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഏട്ടൻ കാർ പാർക്ക് ചെയ്തിട്ട് വരികയാണ്. ഇനി ടിക്കറ്റ് എടുക്കണം. ഞങ്ങൾക്ക് 2 പേർക്കും കൂടെ 250 ആയത്. മക്കൾക്ക് ഫ്രീ ആണ്. ലേ പാലസിൽ പോയപ്പോൾ 50 രൂപയാണ് ആയത് 2 പേർക്കും കൂടെ. അവിടെയും മക്കൾക്ക് ഫ്രീ ആണ്. ഇവിടെയൊക്കെ മക്കൾക്ക് ഫ്രീ ആണ് കേട്ടോ, എൻട്രൻസ് ഫീ ഇല്ല. ഇതേ നമ്മളിനി അവിടേക്ക് കടക്കുകയാണ്. അപ്പോൾ ഇവിടെ ലോക്കൽസിന് ആണ് ഈ രജിസ്റ്റർ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് വന്നുകൊണ്ട് എഴുതേണ്ട ആവശ്യമില്ലായിരുന്നു. പക്ഷേ അവിടെ എഴുതി കഴിഞ്ഞപ്പോഴാണ് അവർ പറഞ്ഞത് അത് ചെയ്യേണ്ടതെന്ന്. പിന്നെ ഇവിടെയും അതേപോലെ ചില സ്ഥലങ്ങളിൽ ഫോട്ടോസ് മാത്രമേ പറ്റുള്ളൂ, വീഡിയോസ് അലൗഡ് അല്ല. ഈ ഒരു ഹോൾ ഓഫ് ഫെയിമിൽ നമ്മൾ ഈ ഒരു ലഡാക്കിലെ ട്രഡീഷണൽ ഫുഡ്സ്, ഡ്രസ്സ്, അങ്ങനെ കുറേ ഐറ്റംസ് നമുക്ക് കാണാൻ പറ്റും. പണ്ട് രാജാക്കന്മാരുള്ള സമയത്തൊക്കെ ഉപയോഗിച്ച ഓരോ വസ്തുക്കൾ, അവരുടെ പാത്രങ്ങൾ, അങ്ങനെ പലതായിട്ട്. പിന്നെ ടിബറ്റൻ ആൾക്കാരെ ഫോട്ടോസ്, അവരുപയോഗിച്ചിരുന്ന വസ്തുക്കൾ, അവർ ഫുഡ് എങ്ങനത്തെയാണ് കഴിച്ചത്, അങ്ങനെയുള്ള ഓരോ സംഭവങ്ങളാണ് ഇപ്പോൾ ഓരോ സെക്ഷനായിട്ടാട്ടോ. അപ്പോൾ അവിടെ കുറച്ച് സ്ഥലത്ത് അങ്ങനെയാണ് കാണിക്കുന്നത്. ഇതേ കണ്ടില്ലേ, ഇതൊക്കെ പണ്ട് കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഓരോ വസ്തുക്കളാണ്. അവിടെ ഫോട്ടോസ് ഉണ്ട്, പീപ്പിൾ ഓഫ് വെസ്റ്റേൺ ലഡാക്ക് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ ഉണ്ടായ ഐറ്റംസൊക്കെ അവിടെ ഇങ്ങനെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതൊക്കെ കണ്ട് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഇത് അവരുടെ ഡ്രസ്സ്, ഇത് ഫുഡാണ്. ഇത് പല ടൈപ്പ് ആൾക്കാർ ഉപയോഗിച്ച ഡ്രസ്സുകൾ, അതൊക്കെ അവർ ഡിസ്പ്ലേക്ക് അങ്ങനെ വെച്ചിട്ടുണ്ട്. നമുക്ക് കണ്ട് മനസ്സിലാക്കാനൊക്കെ പറ്റും. പിന്നെ അതേപോലെ കുറേ പണ്ട് രാജാക്കന്മാരുടെ സമയത്തുള്ള ഓർണമെൻറ്റ്സ്, അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. കാതിൽ ഇട്ടെന്നും പിന്നെ അങ്ങനെ പല സാധനങ്ങൾ. നമ്മളെല്ലാം അങ്ങനെ വീഡിയോ എടുത്തിട്ടില്ല, കുറച്ച് ഭാഗങ്ങൾ മാത്രമേ വീഡിയോ എടുത്തിട്ടുള്ളൂ കേട്ടോ. മക്കൾക്ക് ഇതോരോന്ന് എന്താണെന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരിതൊക്കെ കണ്ട് മനസ്സിലാക്കി എല്ലാം ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. കുറേ അവിടെ താഴെയുള്ള ഈ ഐറ്റംസ് മാത്രമേ കാണുന്നത്, മുകളിലുള്ള പിക്ചേഴ്സൊന്നും അങ്ങനെ നോക്കുന്നില്ല. തോക്കൊക്കെ കണ്ടപ്പോൾ അവർക്കൊക്കെ ഒരു അതിശയം പോലെ ഇട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞ്
ഉള്ളോട്ടേക്ക് പോകുമ്പോൾ വേറെ സെക്ഷനാണ്. പിന്നെ മിലിറ്ററി ഏരിയ ആണ്. കുറേ വാറിൽ ഇപ്പോൾ കാർഗിൽ വാറും ഇൻഡോ പാക് വാറിലൊക്കെ വീരമൃത്യു വരിച്ച ജവാന്മാരുടെ കുറേ ഡ്രസ്സുകളാണെങ്കിലും അവരുപയോഗിച്ച വെപ്പൺസ്, പിന്നെ എഴുതിയ ലെറ്റേഴ്സൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പാകിസ്ഥാനികളുടെ അവിടുന്ന് അവർ ഉപയോഗിച്ച വെപ്പൺസൊക്കെ അത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ അവിടെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് കാണാൻ പറ്റി. AK-47 ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാനൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുറേ ടൈപ്പ് മെഡൽസ്, ഇങ്ങനെ കുറേ ഓരോ പോസ്റ്റിലുള്ള ആൾക്കാരെ മെഡൽസൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ കണ്ടില്ലേ, പാകിസ്ഥാനിൽ നിന്ന് പിടിച്ചെടുത്ത ഗണ്ണുകളാട്ടോ. പാകിസ്ഥാനികളിൽ നിന്ന് വാറിൽ മരിച്ച ആൾക്കാരൊക്കെയാണ് ഈ ഒരു സംഭവം. പിന്നെ ഇത് ചൈനീസ് വെപ്പൺസാണ്. വാറിൽ ഇന്ത്യൻ സോൾജേഴ്സ് പിടിച്ചെടുത്തതാണ് ഇതൊക്കെ. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. പല ടൈപ്പ് സാധനങ്ങളുണ്ടായിരുന്നു. കുറേ പാകിസ്ഥാൻ്റെ ആണ് ഉള്ളത് അധികം. അതൊക്കെ സെൻട്രലായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഗണ്ണുകളാണ് അധികം കൂടുതലുള്ളത്. പിന്നെ കുറച്ച് ഏരിയയിൽ നമ്മൾ ഈ ഒരു ലാൻഡിൻ്റെ ഒക്കെ ഒരു മോഡലുകൾ അവിടെ ഡിസ്പ്ലേക്ക് അങ്ങനെ വെച്ചിട്ടുണ്ട്. അത് പിയാനോൻ്റെ ഇതിലാണ് വെച്ചത്. നമ്മൾ ഓരോ കീ പ്രസ് ചെയ്യുമ്പം അവിടെ ലൈറ്റ് കത്തും. അപ്പോൾ മക്കളത് ഇങ്ങനെ ഓരോന്ന് സ്ഥലങ്ങൾ അങ്ങനെ ഞെക്കി നോക്കുകയാണ്. അപ്പോൾ അത് എവിടെയാണ് പിക്ചർ ലൈറ്റ് കത്തുന്നതെന്നൊക്കെ നോക്കുന്നുണ്ട്. പിന്നെ അതേ ഓപ്പറേഷൻ വിജയ്, കാർഗിൽ വാറിൽ പാകിസ്ഥാനികളിൽ നിന്ന് പിടിച്ചെടുത്ത അവരെ ID കാർഡ്, ലെറ്റേഴ്സ്, ഫാമിലിക്കൊക്കെ അയച്ച ലെറ്റേഴ്സൊക്കെ ഇല്ലേ, അതൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അവരെ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ ആയിട്ടുള്ള ഒരു ഇത് അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് ഈ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് അവിടെ ഡ്രസ്സുകൾ, അതേപോലെ പിന്നെ മാഗ്നറ്റ്, അങ്ങനത്തെ ഓരോ കാര്യങ്ങളുണ്ടായിരുന്നു. ഡിസ്പ്ലേക്ക് വെക്കുന്ന, അല്ലാതെ ഷോക്കേസിൽ വെക്കുന്ന ഐറ്റംസൊക്കെ വാങ്ങിക്കാൻ പറ്റും നമുക്ക്. പിന്നെ ഇതേപോലെ കുറേ സ്ഥലങ്ങളുണ്ട് ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അതേപോലെ സിയാച്ചിൻ ക്യാമ്പ്, നല്ല തണുപ്പുള്ള സ്ഥലത്ത് മിലിറ്ററിക്കാരൊക്കെ യൂസ് ചെയ്ത, ആർമിക്കാർ യൂസ് ചെയ്ത അവരുടെ ഡ്രസ്സുകൾ, പിന്നെ അവരവിടെ യൂസ് ചെയ്ത ഓരോ ഐറ്റംസൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കാണിച്ചിട്ടുള്ള അതൊരു വേറെ സെക്ഷൻ തന്നെ അതുണ്ടായിരുന്നു. അധികം ഗണ്ണുകളാട്ടോ കൂടുതലും കാണാനുള്ളത്, പല ടൈപ്പ് ഗണ്ണുകളും. പിന്നെ ഇത് നൈറ്റ് വിഷൻ ഗൂഗിൾസ് ആയിരുന്നു കേട്ടോ നേരത്തെ കണ്ടത്. രാത്രി കാണാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഗൂഗിൾസ്, അതിൻ്റെ കേസൊക്കെ ആയിരുന്നു മിലിറ്ററിക്കാർ യൂസ് ചെയ്യുന്നത്. അങ്ങനെ 20 years ഓഫ് കാർഗിൽ വാർ അവരെ സെലിബ്രേഷൻ യൂസ് ചെയ്ത സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. അങ്ങനെയുള്ള പല സാധനങ്ങൾ, സെലിബ്രേഷൻ യൂസ് ചെയ്ത ക്യാപ്പ്, അങ്ങനെ പല സംഭവങ്ങൾ. അതാണ് സിയാച്ചിൻ്റെ ഞാൻ പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ ആ ഒരു ഐറ്റം ഇതാണ്. സിയാച്ചിൻ ക്യാമ്പിൽ അവർ യൂസ് ചെയ്ത ഡ്രസ്സുകൾ, അങ്ങനെ നോട്ട് എങ്ങനെയാണ് ഇടുക, കയറുകൊണ്ട് ബാഗുകൾ, ടെൻറ്റുകൾ, തണുപ്പുള്ള സ്ഥലത്തൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ടെൻറ്റ്, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. നമ്മൾ ഇതൊക്കെ ഓരോന്ന് അങ്ങനെ നോക്കി കുറേ ടൈം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റും കേട്ടോ. പല സംഭവം ഐറ്റംസ് കണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒക്കെ ഒറിജിനൽ ഐറ്റംസ് ആണല്ലോ അവിടെ ഇരിക്കുന്നത്. അപ്പോൾ എല്ലാ ഐറ്റംസും നമുക്കിങ്ങനെ കണ്ട് മനസ്സിലാക്കി മക്കൾക്കൊക്കെ കാണിച്ചു കൊടുത്ത് പറഞ്ഞു കൊടുത്ത് അങ്ങനെ പോവാം. കുറേ പേര് കാണാൻ വന്നിട്ടുണ്ട്. നമ്മൾ ലേയിൽ വരുവാണെങ്കിലും എന്തായാലും ഈ ഒരു ഹോൾ ഓഫ് ഫെയിമിൽ എന്തായാലും വരണം. അവിടെ കണ്ട എല്ലാ കാഴ്ചകളും നല്ല ഭംഗിയുള്ളതായിരുന്നു. ഓരോ ഓർമ്മകളാണ് നമുക്ക് പണ്ടുള്ള കാലത്ത് എങ്ങനെയൊക്കെയായിരുന്നു, എന്തൊക്കെയാണെന്ന്, മിലിറ്ററിക്കാർ എത്ര കഷ്ടപ്പെട്ടു, എന്തൊക്കെ ഐറ്റംസ് അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നു, എന്തൊക്കെ. പിന്നെ അതേപോലെ ഈ പാകിസ്ഥാനികൾ എഴുതിയ കത്തുകൾ, അവരുടെ ID കാർഡ്, ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു എന്താണ്, ഒരു അതിശയം പോലെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് കണ്ടില്ലേ, ഹെലികോപ്റ്ററിൻ്റെ ഓരോ കുഞ്ഞു മോഡലുകൾ, അതൊക്കെ കണ്ടപ്പോൾ പോയി തൊട്ട് നോക്കുന്നുണ്ടായിരുന്നു ആരുഷി അവന്തിക്ക്. അങ്ങനെ കുറേ സംഭവങ്ങൾ അവിടെ കാണാൻ പറ്റി ഞങ്ങൾ. നമ്മൾ എന്തായാലും ലേയിൽ ഒരു 2-3 ദിവസം നിന്നിട്ടുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. കാരണം അവിടെ അത്രയും കാണാനുള്ള ഓരോ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ലേയിൽ വരികയാണെങ്കിൽ എന്തായാലും ഇവിടെയൊക്കെ കയറി നോക്കണം. ഇപ്പോൾ ഹോൾ ഓഫ് ഫെയിം കണ്ടു, ലേ പാലസ് കണ്ടു, അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട് ഇനിയും കാണാൻ. അങ്ങനെ ഞങ്ങൾ കണ്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു കുറേ വൈഡായിട്ട് കുറേ ഒരു ഏരിയ ആണ്. നേരെ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ അമർ ജവാൻ ജ്യോതി കാണാം. അപ്പോൾ അവിടെ വീരമൃത്യു വരിച്ച ആ ഒരു ജവാന്മാരുടെ പേരുകളും അവരെ റാങ്ക്, അവരേത് ക്യാമ്പിൽ, ഏതൊരു റാങ്കിലുള്ള ആൾക്കാരാണ്, ഏത് വാറിൽ മരിച്ചതാണ് എന്നുള്ള ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വാളുണ്ടായിരുന്നു ഈ ഒരു ഇതിൻ്റെ ബാക്കിൽ. ഇതാണ്ട് അമർ ജവാൻ ജ്യോതിൻ്റെ ബാക്കിലായിട്ട് ഇത്രയും ഏരിയയിൽ. ഇതൊക്കെ നമ്മൾ കാണുമ്പോൾ ഇത്ര കുഞ്ഞായിട്ടാണെന്ന് പറയും. ഇതെല്ലാവരും മരിച്ചതാണ് നമ്മളെ ഇന്ത്യക്ക് കാവൽ നിന്നിട്ട് ഓരോ വാറിലും മരിച്ച ആൾക്കാരെ പേരുകളും ഒക്കെയാണ്. നമുക്കിത് കാണുമ്പോൾ തന്നെ ഏത് ഇയറിലാണ് മരിച്ചത് അങ്ങനെ എല്ലാം ഉണ്ട്. നമുക്ക് കാണുമ്പോൾ ഇത്രയും ആൾക്കാരാണ് നമുക്ക് ഒരു ഇന്ത്യക്ക് കാവൽ നിന്ന് മരിച്ച ആൾക്കാർ. കാണുമ്പോൾ ഒരുമാതിരി ഒരു ഭയങ്കര സങ്കടം തോന്നും നമുക്ക്.
അവരെ വീട്ടുകാരൊക്കെ ആലോചിക്കുമ്പം എന്തായാലും ഒരു ബിഗ് സല്യൂട്ട് എല്ലാവർക്കും. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് അവിടെയൊക്കെ ഫോട്ടോ എടുത്തു, വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ ഞങ്ങൾ അവിടുന്ന് തിരിച്ചു പോരാൻ നിൽക്കുകയാണ്. അപ്പം നമ്മൾ തിരിച്ച് പോരാൻ നിൽക്കുമ്പോൾ ഇവിടെ നിന്ന് ജസ്റ്റ് അപ്രതീക്ഷിതമായിട്ടോ ഞങ്ങളങ്ങനെ രണ്ടുപേരെയും പിടിച്ചോ അങ്ങനെ എന്തോ ചെയ്തതാണ്. മക്കളെ ഷോൾഡറിൽ കൈയിട്ടപ്പം ഒരു സ്പാർക്ക് പോലെ ജസ്റ്റ് ഒരു ഷോക്ക് അടിച്ച പോലെ തോന്നിട്ടോ. അപ്പോൾ ആദ്യം ഞങ്ങൾക്ക് മനസ്സിലായില്ല എന്താ സംഭവം എന്ന്. ഞങ്ങൾ വിചാരിച്ചത് വല്ല കറണ്ട് ഷോർട്ട് സർക്യൂട്ടാണോ അല്ല വല്ല എർത്തടിച്ചതാണോ എന്നൊക്കെയാണ്. എന്താ തോന്നിയത്? പിന്നെയാണ് ഒരു മിലിറ്ററിക്കാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഹൈ ആൾട്ടിറ്റ്യൂഡിൽ വായു ഭയങ്കര വരണ്ട് കിടക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിയാണ് ആ സംഭവം എന്ന്. അത് ഫസ്റ്റ് ടൈം നമുക്ക് അനുഭവപ്പെടുന്നതാണ്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് അതൊക്കെ കണ്ടു കഴിഞ്ഞ് പുറത്തിറങ്ങി ഞങ്ങൾ പോവാണ് കേട്ടോ. ഇനി ഞങ്ങൾക്ക് നേരെ പോകേണ്ടത് ശാന്തി സ്തൂപയാണ്. അവിടെ പോകുന്നതിന് മുമ്പേ ആയിട്ട് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ ഒന്ന് എടുക്കുകയാണ് അവിടെ നിന്നിട്ട്. അവിടെ ഇരിക്കാം മതി, ഇങ്ങോട്ട് വാ, എനിക്ക് വയ്യ. എന്നോട് കിട്ടേ അങ്ങനെ ഞങ്ങൾ ഇതേ ശാന്തി സ്തൂപ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് നമ്മളെ ലേ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. സൂര്യനൊക്കെ അവിടെ ലൈറ്റൊക്കെ അടിച്ചിട്ട് സൂര്യൻ്റെ വെളിച്ചമൊക്കെ അടിച്ചിട്ട് ആ മലകളിലൊക്കെ നല്ല ഗോൾഡൻ കളറായിട്ടുണ്ടായിരുന്നു. അങ്ങനെ മുകളിലേക്കൊക്കെ പോയി കുറേ ടൂറിസ്റ്റുകളുണ്ട് അവിടെ, കുറേ ആൾക്കാരുണ്ട്. നമുക്ക് ഇവിടുന്ന് നടന്ന് മുകളിലെത്തുമ്പോൾ തന്നെ നമുക്ക് കിതച്ചൊരു സൈഡാവും കേട്ടോ. കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് പതിയെ നമുക്ക് കയറിയാൽ മതി. കൂടുതലായിട്ടുള്ള ഒരു ആക്ടിവിറ്റീസ് ഒന്നും നമുക്ക് ചെയ്യാൻ വയ്യ. ഓടി കയറാനോ അങ്ങനെയൊന്നും പറ്റില്ല. ഹൈ ആൾട്ടിറ്റ്യൂഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതലായി ക്ഷീണിക്കും. അങ്ങനെ ഞങ്ങൾ പതിയെ മെല്ലെ കയറി അങ്ങനെ മുകളിലെത്തി. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ അവിടെ കാണാൻ. പിന്നെ സൈഡിലായിട്ട് കുറേ ഇതേപോലെ ക്രോഷ്യ പറഞ്ഞില്ല, അതേപോലെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. സ്വെറ്റർ, ഗ്ലൗസ് അങ്ങനെയൊക്കെ ഉണ്ടാക്കി വെച്ചത്. അപ്പോൾ നമ്മൾ ഈ ഒരു ശാന്തി സ്തൂപയ്ക്ക് അവിടെ എൻട്രൻസ് ഫീ എന്ന് പറയുന്നത് 100 രൂപയാണ്. അത് തന്നെ അഡൽട്ട്സിന് മാത്രമേ ഉള്ളൂ, കുട്ടികൾക്കൊക്കെ ഫ്രീ ആണ്. നല്ല വൈറ്റ് കളറിലാട്ടോ ഈ ഒരു സ്തൂപ. ചുറ്റും ബുദ്ധൻ്റെ ജീവിതത്തിൽ നടന്ന ഓരോ സംഭവങ്ങൾ ഉണ്ടായിരുന്നു അവിടെ, കൊത്തുപണി പോലെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. മക്കൾക്ക് നല്ല രസം, ഇഷ്ടമായിരുന്നു അവിടെ ഇരുന്നിട്ട്. കുറേ പേര് അവിടെ ഇരുന്ന് പ്രെയർ പോലെ അവിടെ ഇങ്ങനെ ധ്യാനം പോലെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. മക്കളും അതേ കണ്ട് കുറച്ച് നേരം അവിടേക്ക് ഇരുന്ന്. പിന്നെ ഞങ്ങൾ അവിടെ ചുറ്റുമുള്ള കാഴ്ച, ഇവിടുന്ന് സൂര്യാസ്തമയം കാണാൻ നല്ല ഭംഗിയാണ്. നീ കണ്ടില്ല, മലയുടെ ബാക്കിലേക്കായിട്ട് സൂര്യൻ ഇങ്ങനെ അസ്തമിക്കുന്നത് നല്ല ഈ ഒരു വൈറ്റ് കളറിലാണ് ഈ ഒരു സ്തൂപ. അവിടുന്ന് ആ ഒരു സൂര്യൻ്റെ പ്രകാശമൊക്കെ കൂടെ കാണാൻ നല്ല രസമാണ് കാണാൻ. അങ്ങനെ നടന്ന് ക്ഷീണിച്ചതേ രണ്ടുപേരും അവിടെ സൈഡിലായിട്ട് ഇരിക്കുന്നു. മലയുടെ മുകളിലായതുകൊണ്ട് തന്നെ സ്തൂപേൻ്റെ അവിടെ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ മൊത്തം ലേ ടൗണും കാണാം കേട്ടോ. നല്ല ഹൈറ്റിലാണ് ഈ ഒരു സ്തൂപ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിന്ന് ചുറ്റിനും കാണാൻ നല്ല ഭംഗിയാണ്. ആ മലകളുടെ നടുവിലായിട്ട് ഈ ഒരു ലേയിലെ കുറേ ബിൽഡിങ്ങുകൾ ഇങ്ങനെ പരന്ന് കിടക്കുന്നത് കാണാം കേട്ടോ നമുക്ക്. നമുക്ക് ഇവിടുന്ന് നമ്മൾ നേരെ കേരള ഹൗസിലേക്ക് തിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ഈ ഒരു ഭംഗിയൊക്കെ ആസ്വദിച്ച് എല്ലാം കണ്ട് ഞങ്ങൾ തിരിച്ചു പോകണം. ഞങ്ങൾ അവിടെ ചെന്നിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് നാളെ ഞങ്ങൾ ഈ ഒരു ലേ വിടുകയാണ്. ഇപ്പം ഇന്നും കൂടെ ഇവിടെ നിൽക്കുന്നുള്ളൂ. നാളെ ഞങ്ങൾ ഇവിടുന്ന് യാത്ര പറയാം കേട്ടോ. ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് കർദുങ്കല വഴി നുബ്രയിലേക്ക് പോകണം. അപ്പോൾ ഈ ഒരു സ്തൂപയുടെ ചുറ്റും കണ്ടില്ലേ, ബുദ്ധൻ്റെ കുറേ ജീവിതത്തിലെ ഓരോ ഭാഗങ്ങളാണ് കാണിക്കുന്നത്, ഓരോ സംഭവങ്ങളാണ് ഇവിടെ കാണിക്കുന്നത്. അതൊക്കെ വീഡിയോ എടുത്ത് നോക്കി സൈഡിലേക്ക് നോക്കിയപ്പോൾ ഉണ്ട് 2 കുഞ്ഞി ആൾക്കാർ ഇരിക്കുന്നത്. അത് ആരുഷ്യാവന്തിക്ക് അവിടെ ഇരിക്കുക കേട്ടോ. ബാക്കിയുള്ള ആൾക്കാരൊക്കെ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ധ്യാനം പോലെ ഇരിക്കുന്ന, സൈലൻ്റ് ആയിട്ട് ഇരിക്കുന്നത് കണ്ടിട്ട് അവരും അവിടെ സൈഡിൽ ഇരിക്കുന്നുണ്ടായിരുന്നു.
അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ച് പോരുമായിരുന്നു കേട്ടോ. പോരുന്നതിൻ്റെ മുമ്പ് ജസ്റ്റ് അവിടെ ഫ്രണ്ടിലിരുന്ന് ബുദ്ധൻ്റെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് എന്നിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോരുന്നത്. അവിടെയൊക്കെ ഇവിടുന്ന് ഈ ഒരു ബുദ്ധൻ്റെ സ്റ്റാച്യുവിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ നല്ല തണുത്ത കാറ്റായി, നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഗ്ലൗസൊക്കെ വാങ്ങി, ഗ്ലൗസ് മക്കൾക്ക് ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനെ അവർക്കത് വാങ്ങി തിരിച്ച് നമ്മൾ കേരള ഹൗസിലെത്തി. കേരള ഹൗസിലെത്തിയാൽ ഇനി ഫുഡല്ലേ നമുക്ക് മെയിനായിട്ട്. അപ്പോൾ കുത്തരി ചോറ്, സാമ്പാർ, ചിക്കൻ കറി ഉണ്ടായിരുന്നു, ചെറുപയർ കറി ഉണ്ടായിരുന്നു, പിന്നെ തോരൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഇതെല്ലാം കൂട്ടി നമ്മൾ നല്ല ഫുഡ് കഴിച്ചു കേട്ടോ. നല്ല അടിപൊളി ഫുഡായിരുന്നു. നമുക്ക് അതാണ് ഏക ആശ്വാസം ഉണ്ടായിരുന്നത്. ഇത്രയും ദൂരം വന്നിട്ട് നല്ല നല്ല മലയാളി ഫുഡ്, കേരളത്തിൽ കിട്ടുന്ന അതേപോലത്തെ ഫുഡ് കിട്ടിയപ്പം നല്ല സന്തോഷമായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾക്ക് ഇന്നത്തെ ഒരു ചിലവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു റൂമിൻ്റെ റെൻ്റ് അടക്കം കൂട്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഡീസലൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഏകദേശം 9300 അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഈ ഒരു 13ാമത്തെ ദിവസത്തെ എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അങ്ങനെ ഇനി നാളെ ഞങ്ങൾക്ക് നേരെ ഇവിടുന്ന് ലേന്ന് നേരെ നമുക്ക് കർദുങ്കില വഴി നുബ്രയിലേക്ക് പോകണം. അടുത്ത 14ാമത്തെ എപ്പിസോഡ് അതായിരിക്കും. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കുകയാണ്. വീഡിയോസ് ലേറ്റ് ആവുന്നതിന് വളരെ ക്ഷമ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇടാൻ പറ്റാത്ത ഒരു ബുദ്ധിമുട്ടായതുകൊണ്ടാണ്. മക്കൾക്കൊക്കെ ഭയങ്കര പനിയായപ്പം പിന്നെ വീഡിയോസ് ഒന്നും എഡിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞങ്ങളിവിടെ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. ഇനിയുള്ള വീഡിയോസ് ഞാൻ വേഗം ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ സുധീഷ് ബ്രോയുടെ നമ്പർ വേണമെങ്കിൽ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.